ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ്. ഇത് കോവക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇലയിലൊക്കെ വിളമ്പാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം കോവക്ക ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായി നുറുക്കിയെടുക്കണം. വട്ടത്തിലരിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 5-6 ചെറിയ അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് വേണം. എരിവിനുള്ള പച്ചമുളക് ഞാനൊരു വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എരിവ് കുറവുള്ള പച്ചമുളകാണിത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളിയാണ്. അത് ഞാനിവിടെ ഒരു 8-10 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്താൽ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഉള്ളി എടുക്കുക. ഇനി വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയ്ക്ക് വേണ്ട ഒരു പിഞ്ച് ഉപ്പും 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി തിരുമ്മി വയ്ക്കുക. നിങ്ങളിത് മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ ഒതുക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുത്താൽ മതിയാകും. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ പൊട്ടിക്കുക. ഇതെല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. വറ്റൽമുളക് നല്ലതുപോലെ ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ ചെറുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ മാറുന്നത് വരെ മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഉള്ളിയുടെ നിറമൊക്കെ ഇതുപോലെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് കേട്ടോ ചേർക്കേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് അത്ര ഫ്രഷ് അല്ല, എന്നാലും അത് ചേർത്ത് കൊടുക്കണം. വേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോൾ പൊടിയായി അരിഞ്ഞ കോവക്ക ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. ഇനി വഴറ്റി കൊടുത്ത് കോവയ്ക്കൊക്കെ നല്ലതുപോലെ ചൂടാവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇപ്പോൾ കോവയ്ക്കൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. വീണ്ടും തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കോവയ്ക്കൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇളയ കോവയ്ക്ക അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. നിങ്ങൾ കോവയ്ക്കയുടെ വേവ് അനുസരിച്ച് കുറച്ചുകൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ചൂടാക്കുക. തേങ്ങയ്ക്ക് നല്ലതുപോലെ ചൂടാവുന്നത് വരെ ഇളക്കി കൊടുത്ത് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കോവക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കോവക്ക തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. സാധാരണ ദിവസങ്ങളിൽ രാവിലെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി നമുക്ക് ഓഫീസിൽ പോകണവർക്കാണെങ്കിൽ ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാനും എളുപ്പമാണ്. വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.